തിരുവനന്തപുരം മംഗലപുരത്ത് പ്രായപൂർത്തിയാവാത്ത ദളിത് യുവതിയെ കാമുകൻ പെൺവാണിപ്പ് സംഘത്തിന് കൈമാറി. 16ഓളം പേർ പെൺകുട്ടിയെ പീഡിപ്പിച്ചതായി പോലീസ്. സംഭവവുമായി ബന്ധപ്പെട്ട് ബിജെപി നേതാവടക്കം 11ഓളം പേരെ തിരുവനന്തപുരം റൂറൽ എസ്.പിയുടെ സംഘം പിടികൂടി. കാമുകൻ അടക്കമുള്ള ബാക്കി പ്രതികൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി. ഈ കഴിഞ്ഞ 4-ാം തീയതിയാണ് തിരുവനന്തപുരം മംഗലപുരം സ്വദേശിയായ 17 വയസ്സുള്ള ദളിത് യുവതിയെ കാമുകൻ സുനി നിർബന്ധപൂർവ്വം കടത്തിക്കൊണ്ടുപോകുന്നത്. തുടർന്ന് സുനിയും ഓട്ടോ ഡ്രൈവറായ സുഹൃത്തും ചേർന്ന് പീഡിപ്പിച്ചു. തുടർന്നാണ് കുപ്രസിദ്ധ പെൺവാണിഭ സംഘാംഗമായ ആലപ്പുഴ തുമ്പോളി സ്വദേശിനി പ്രിയയുടെ കയ്യിൽ പെൺകുട്ടിയെ എത്തിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു ഫ്ളാറ്റിൽ താമസിപ്പിച്ചാണ് തുടർന്ന് പീഡനം അരങ്ങേറിയത്. കേസുമായി ബന്ധപ്പെട്ട് പ്രിയ ഉൾപ്പെടെ 16 പേരെ തിരിച്ചറിഞ്ഞതായി ആറ്റിങ്ങൽ ASP ആദിത്യ IPS പറഞ്ഞു. പിന്നെ പ്രോമിസ് ഓഫ് മാരേജിൽ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയി. ഇത് 4-ാം തീയതി നടന്ന സംഭവമാണ്. 4-ാം തീയതി കൂട്ടിക്കൊണ്ട് പോയി. പിന്നെ അവിടെ വെച്ച് പീഡിപ്പിച്ചു. അതിൻ്റെ ശേഷം അവൻ്റെ കൂട്ടുകാരനായ അക്യൂസ്ഡ് 2 അവനും ചേർന്ന് പീഡിപ്പിച്ചിട്ടുണ്ട്. കൂട്ടബലാത്സംഗം നടത്തിയതിനും പട്ടികജാതി പീഡനത്തിനും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകലിനുമാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പിടിയിലായവരിൽ കാട്ടായിക്കോണം സ്വദേശി പ്രമോദ് BJP നേതാവാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽ ജോൺ, ഐരൂപ്പാറ സ്വദേശി പ്രവീൺ, പുല്ലമ്പാറ സ്വദേശി അനൂപ് കൃഷ്ണൻ, നെല്ലനാട് സ്വദേശി അനൂപ് റാഫി, പള്ളിപ്പുറം സ്വദേശി അബു, കാട്ടായിക്കോണം സ്വദേശി ഷാക്കിർ, നേതാജിപുരം സ്വദേശി ഷെരീഫ്, പേട്ട സ്വദേശി രതീഷ് കുമാർ, ഐരൂപ്പാറ സ്വദേശി അജയ്കുമാർ എന്നിവർ അറസ്റ്റിലായി. തിരുവനന്തപുരം റൂറൽ SP ഷഫീൻ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സാമ്പത്തിക തട്ടിപ്പിന് കഴിഞ്ഞ ദിവസം പിടിയിലായ യുവതി 5 വർഷം കൊണ്ട് തട്ടിയെടുത്തത് 30 കോടി. തൃശൂർ കൂർക്കഞ്ചേരിയിലുള്ള സാലിഹയുടെ ഫ്ളാറ്റ് പോലീസ് പരിശോധിച്ചെങ്കിലും പണമൊന്നും കണ്ടെത്താനായില്ല. ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ് ആൻഡ് സർവീസ് എന്ന പേരിൽ സ്ഥാപനം നടത്തിയാണ് യുവതി നിക്ഷേപകരെ വഞ്ചിച്ചത്. 5 വർഷം കൊണ്ട് 30 കോടി തട്ടിയെടുത്ത സാലിഹ MBAക്ക് പഠിക്കുന്ന സമയത്ത് എറണാകുളത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നതിന്റെ ധൈര്യത്തിലാണ് പുതിയ സംരംഭം ആരംഭിച്ചത്. കോണൂത്തുകുന്നിൽ ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ് ആൻഡ് സർവീസസ് എന്ന പേരിൽ സ്ഥാപനം തുടങ്ങി അതിന്റെ MD ആയി. സ്ഥാപനത്തിനെതിരെ പോലീസ് അന്വേഷണം തുടങ്ങിയതോടെ അവ പൂട്ടി വിദേശത്തേക്ക് കടന്നു. തട്ടിപ്പിലൂടെ ലഭിച്ച പണം ഉപയോഗിച്ച് തൃശൂർ നഗരമധ്യത്തിൽ ആഡംബര സൗകര്യങ്ങളോടുകൂടിയ ഒരു വില്ലയും ഇവർ സ്വന്തമാക്കി. വിദേശ രാജ്യങ്ങളിലെ പ്രധാന വിനോദ കേന്ദ്രങ്ങൾ സന്ദർശിച്ച് ആർഭാട ജീവിതം നയിക്കുകയായിരുന്നു സാലിഹയുടെ രീതിയെന്നും പോലീസ് പറഞ്ഞു. സ്ഥാപനത്തിനെതിരെ പരാതിക്കാരുടെ എണ്ണം കൂടിയതോടെ പോലീസ് ഇവർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. ഇതേ തുടർന്ന് ഇവർ വിദേശത്തേക്ക് കടന്നു. ഫേസ്ബുക്ക്, വാട്സാപ്പ് തുടങ്ങി നവമാധ്യമങ്ങളിലൂടെയും പോലീസ് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചതോടെ ഇവർ തിരികെ ഇന്ത്യയിലെത്തുകയായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ നിന്ന് സാലിഹ പിടിയിലായത്. കേസിൽ മറ്റു 2 പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഇവർ ഉടൻ പിടിയിലാകുമെന്നും പോലീസ് പറഞ്ഞു. പണം കണ്ടെടുക്കാൻ കഴിഞ്ഞ ദിവസം കൂർക്കഞ്ചേരിയിലുള്ള സാലിഹയുടെ ഫ്ളാറ്റിൽ റെയ്ഡ് നടത്തിയെങ്കിലും ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. സാലിഹ പിടിയിലായതോടെ നിരവധി പേരാണ് പരാതിയുമായി രംഗത്തെത്തുന്നത്. സാമ്പത്തിക തട്ടിപ്പിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. കോഴിക്കോട് നാദാപുരത്ത് CPIM നേതാവിന്റെ വീടിന് നേരെ ബോംബാക്രമണം. വാണിമേൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് കുമാറിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ ആക്രമണമുണ്ടായത്. പുലർച്ചെ 4 മണിയോടെയാണ് വീടിന്റെ മുൻവശത്തേക്കും ടെറസിലേക്കും അക്രമികൾ ബോംബെറിഞ്ഞത്. സ്റ്റീൽ ബോംബ് ഉപയോഗിച്ചായിരുന്നു ആക്രമണം. അക്രമത്തിൽ വീടിന്റെ ജനൽപാളികൾക്കും മറ്റും സാരമായ തകരാർ പറ്റിയിട്ടുണ്ട്. സ്ഥലത്ത് ദിവസങ്ങളായി ലീഗിന്റെ നേതൃത്വത്തിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച SP M വിജയകുമാർ പറഞ്ഞു. ഇവിടെ CA ഉണ്ട്, നാദാപുരം കൺട്രോൾ AC ഉണ്ട്. ഇവരെല്ലാം അന്വേഷിക്കുന്നു. നമ്മളെല്ലാം നോക്കുന്നുണ്ട്. അത് വേണ്ടത് നോക്കുന്നു. അന്വേഷിച്ച് സ്പെഷ്യൽ ടീം ഉണ്ടാക്കാം. കഴിഞ്ഞ ആഴ്ച വാണിമേലിൽ CPM നടത്തിയ രക്തസാക്ഷി ദിന റാലിക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ADGP R ശ്രീലേഖയ്ക്കെതിരെയുള്ള അന്വേഷണ ശുപാർശയിൽ വിജിലൻസിനോട് കോടതി റിപ്പോർട്ട് തേടി. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ശ്രീലേഖ നടത്തിയ അഴിമതികളും ക്രമക്കേടുകളും സംബന്ധിച്ചുള്ള പരാതിയിലാണ് നടപടി. നേരത്തെ ADGP ടോമിൻ J തച്ചങ്കരി നടത്തിയ അന്വേഷണത്തിൽ R ശ്രീലേഖ നിയമലംഘനം നടത്തിയതായി കണ്ടെത്തിയിരുന്നു. റിപ്പോർട്ടിലേക്ക്. നിലവിൽ സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയായ ADGP R ശ്രീലേഖ 2013 മുതൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയതായി കണ്ടെത്തിയിരുന്നു. ശ്രീലേഖയ്ക്ക് പിന്നാലെ ട്രാൻസ്പോർട്ട് കമ്മീഷണറായ ടോമിൻ J തച്ചങ്കരി നടത്തിയ അന്വേഷണത്തിലാണ് അഴിമതിയും നിയമലംഘനങ്ങളും കണ്ടെത്തിയത്. ഇതിന്മേൽ വിജിലൻസ് നടപടിക്കായി ഗതാഗത മന്ത്രിക്കും ഗതാഗത സെക്രട്ടറിക്കും ശുപാർശ ചെയ്തിരുന്നുവെങ്കിലും നടപടിയുണ്ടായിരുന്നില്ല.
ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വിവരാവകാശ പ്രവർത്തകൻ പായിച്ചിറ നവാസാണ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. 2 തവണ നടത്തിയ വകുപ്പ് തല പരിശോധനയിൽ ശ്രീലേഖയ്ക്കെതിരായ ആരോപണങ്ങൾ ശരിയാണെന്ന് ഗതാഗത സെക്രട്ടറി ശുപാർശ ചെയ്തതായും ഇതിന്മേൽ നടപടി വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ നൽകിയ ശുപാർശ ചീഫ് സെക്രട്ടറി പൂഴ്ത്തിയതായാണ് ഹർജിയിൽ ആരോപിക്കുന്നത്. ഹർജി പരിഗണിച്ച കോടതി 2 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് വിജിലൻസിനോട് നിർദ്ദേശിച്ചു. കേസ് ഈ വരുന്ന 19-ന് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ പാലക്കാട് പുതുശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പെപ്സി കമ്പനിക്കെതിരെ ഗ്രാമപഞ്ചായത്ത് വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി. ഈ വർഷം ഇത് 3ാം തവണയാണ് പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പെപ്സിക്ക് നോട്ടീസ് നൽകുന്നത്. പഞ്ചായത്തിലെ 7 വാർഡുകളിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്ന പശ്ചാത്തലത്തിലാണ് നടപടി. പുതുശ്ശേരി പഞ്ചായത്തിലെ 5 മുതൽ 13ാം വാർഡ് വരെയുള്ള പ്രദേശങ്ങളിലാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. ഈ ഭാഗങ്ങളിലെ കുഴൽക്കിണറുകളടക്കം വറ്റി. മറ്റുള്ളവയിൽ വെള്ളത്തിന്റെ അളവ് വലിയ തോതിൽ കുറഞ്ഞു. പെപ്സി കമ്പനിയുടെ ഭൂഗർഭ ജലചൂഷണമാണ് വരൾച്ച രൂക്ഷമാക്കിയത്. ദിവസേന 2.5 ലക്ഷം ലിറ്റർ വെള്ളമെടുക്കാനാണ് കമ്പനിക്ക് അനുമതി. എന്നാൽ 6 മുതൽ 15 ലക്ഷം ലിറ്റർ വരെ ഭൂഗർഭജലം പെപ്സി ഊറ്റെടുക്കുന്നതായാണ് ഗ്രാമപഞ്ചായത്തിന്റെ വിലയിരുത്തൽ. 7 കുഴൽക്കിണറുകൾ കമ്പനിക്കുള്ളിൽ പ്രവർത്തിക്കുന്നതായും വിവരമുണ്ട്. പലതും 800 അടിയോളം താഴ്ചയുള്ളതാണ്. 6 മാസം വരെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കാണിച്ചാണ് നോട്ടീസ് നൽകിയതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ പുതുശ്ശേരി പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ടാങ്കറിൽ വെള്ളത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു പരിധിവരെ ഈ സ്ഥാപനം ഡിസംബർ മാസം മുതൽ 6 മാസം കാലാവധിയെങ്കിലും ഈ കമ്പനി പ്രവർത്തനം നിർത്തിവെച്ചാൽ മാത്രമാണ് ഭാവിയിൽ വരുന്ന മാസങ്ങളിൽ ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഒരു പരിധിവരെയെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഫെബ്രുവരി മെയ് മാസങ്ങളിൽ ഇതേ ആവശ്യമുന്നയിച്ച് നോട്ടീസ് നൽകിയെങ്കിലും മറുപടി നൽകാൻ പോലും കമ്പനി തയ്യാറായിരുന്നില്ല. സമീപനത്തിൽ മാറ്റമുണ്ടായില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് പോകാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം. പെപ്സി ഊറ്റിയെടുക്കുന്ന ജലത്തിന്റെ അളവ് തിട്ടപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്കും ഭൂജല വകുപ്പിനും പഞ്ചായത്ത് കത്ത് നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുൻ മന്ത്രിമാർക്കെതിരെ സരിതാ നായർ ഉന്നയിച്ച ലൈംഗിക ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. സാമ്പത്തിക ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ വരും. ക്രൈംബ്രാഞ്ച് ഈഞ്ചക്കൽ യൂണിറ്റ് സരിതയിൽ നിന്ന് മൊഴി ശേഖരിച്ചു. സോളാർ ഇടപാടുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ ഉണ്ടായ മുൻ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ലൈംഗിക ചൂഷണവും സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട സരിതാ എസ് നായർ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകിയെങ്കിലും അന്നത് അന്വേഷിക്കാൻ സർക്കാർ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് സരിതാ എസ് നായർ തന്റെ പരാതിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ സമീപിച്ചത്. പരാതി പരിശോധിച്ച മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് അത് കൈമാറുകയായിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം സരിതയിൽ നിന്ന് മൊഴിയെടുത്തു. ഡിവൈഎസ്പി രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന മൊഴിയെടുക്കലിൽ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുവെന്ന് സരിതാ എസ് നായർ വ്യക്തമാക്കി. അതാണ് കൂടുതലും മെയിനായിട്ട് ഇതിന്റെ അന്വേഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പമുള്ള സാമ്പത്തിക ഇടപാടുകൾ ടീം സോളാറിൽ കഴിഞ്ഞ കാലത്ത് ഒത്തിരി അലിഗേഷൻസ് എന്ന് പറഞ്ഞ് അപവാദങ്ങൾ എന്ന് പറഞ്ഞ് പേര് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ പൊളിറ്റീഷ്യൻസും എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എൻ്റെ കമ്പനിയുമായി ടീം സോളാറുമായും ഞാനെന്ന് പറയുന്ന വ്യക്തിയുമായിട്ടും ബന്ധപ്പെട്ടിരുന്നത്, അവർക്ക് നമ്മളുടെ കേസിനകത്തുള്ള ഇൻവോൾവ്മെന്റിന്റെ ഡെപ്ത് എത്രയാണ്, അവരെന്തൊക്കെയാണ് നമ്മളിലൂടെ നേടിയത്, അവര് നമ്മളെ എത്രത്തോളമാണ് ചതിച്ചത്, ഇതൊക്കെയാണ് അന്വേഷിക്കുന്നത്. മൊഴി നൽകൽ ഇനിയും തുടരുമെന്നും കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും സരിതാ എസ് നായർ അറിയിച്ചു. പരസ്യമായ ആരോപണത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ എങ്ങനെയാണ് ഇതിനകത്ത് എത്തിപ്പെട്ടതെന്നുള്ള സ്റ്റേജിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത്. മനസ്സിലായില്ലേ? അതാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ശാസ്ത്രീയ തെളിവുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്തൊക്കെയുണ്ടോ അത് ഞാൻ കൈമാറി, ഇല്ലാതെ ഉണ്ടായിക്കൊണ്ടൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഇതൊരു പോലീസാണ്. ഓക്കെ, അപ്പൊ അവർക്ക് അന്വേഷിക്കാൻ പറ്റുന്ന സോഴ്സസ് ഉണ്ടാവും. ക്രൈംബ്രാഞ്ച് SP സുരേഷ് കുമാറിനാണ് അന്വേഷണ ചുമതല. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടുകാരെ വട്ടം ചുറ്റിച്ച മാലിന്യ ലോറി കളമ്പക്കാട് പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം RDO കണ്ടുകെട്ടി. ദുർഗന്ധം വമിക്കുന്ന മാലിന്യവുമായി ജില്ലയിലെത്തിയ ലോറി ഞായറാഴ്ച മുതൽ 4 ഇടങ്ങളിലാണ് നാട്ടുകാർ തടഞ്ഞത്. മാലിന്യം പോലീസ് ഇടപെട്ട് സംസ്കരിച്ചു. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസം മാലിന്യവുമായി വയനാട്ടിലെത്തിയ ലോറി പോലീസ് കണ്ടുകെട്ടുകയും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ തന്നെ സാന്നിധ്യത്തിൽ മാലിന്യം സംസ്കരിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ജില്ലയെ വട്ടം കറക്കിയ ലോറിയാണ് ഇപ്പോൾ കൽപ്പറ്റ പോലീസിന്റെ കസ്റ്റഡിയിലായത്. താമരശ്ശേരി ചുരം മുതൽ നാട്ടുകാർ വിവിധയിടങ്ങളിൽ തടഞ്ഞ വണ്ടി കഴിഞ്ഞ ദിവസം കൽപ്പറ്റ മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ എത്തിച്ചിരുന്നു. ലോറിയിലെ മാലിന്യം വഴിയിൽ തള്ളാൻ തുടങ്ങിയതോടെ പനച്ചിക്കാടും പനമരത്തും നാട്ടുകാരുടെ പ്രതിഷേധങ്ങൾ റോഡ് ഉപരോധത്തിലേക്ക് നീങ്ങിയിരുന്നു. ആശുപത്രി മാലിന്യം അടക്കമുള്ളവയാണ് ഇത്തരത്തിൽ
വണ്ടികൾ ജില്ലയിലെത്തിക്കുന്നതെന്നാണ് ആക്ഷേപം. ഇതിനു മുമ്പും ജില്ലയിലെ വിവിധയിടങ്ങളിൽ മാലിന്യവണ്ടികൾ എത്തിയെന്നാണ് പരാതികളുള്ളത്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം മാലിന്യവണ്ടിയുമായി എത്തിയ ലോറി നാട്ടുകാർ തടഞ്ഞത്. ദേശീയപാത വരെ ഉപരോധിച്ചതോടെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് നാട്ടുകാരെ അനുനയിപ്പിക്കുകയായിരുന്നു. നിരവധി തവണ നാട്ടുകാർ വാഹനം തടഞ്ഞതോടെ ലോറി ഉപേക്ഷിച്ച് ഡ്രൈവർ മുങ്ങി. പിന്നീടാണ് പോലീസ് ലോറി കസ്റ്റഡിയിലെടുക്കുകയും വാഹനം കണ്ടുകെട്ടാൻ RDOയ്ക്ക് ശുപാർശ നൽകുകയും ചെയ്തത്. അതേസമയം വാഹന ഉടമയെ കണ്ടെത്താനുള്ള ശ്രമം വിജയിച്ചെന്ന് പോലീസ് പറയുന്നു. ഇയാളെ പിടികൂടിയാൽ ജില്ലയിൽ അടുത്തിടെ വ്യാപകമായി എത്തുന്ന മാലിന്യങ്ങളുടെ ഉറവിടം കണ്ടെത്താനാകുമെന്നാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, വയനാട്. ആലപ്പുഴയിൽ ബാങ്കിന് മുന്നിൽ ക്യൂ നിന്നവർക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം. 4 സ്ത്രീകളെയും ഒരു പുരുഷനെയുമാണ് തെരുവ് നായ ആക്രമിച്ചത്. ആലപ്പുഴ നഗരത്തിലെ ATMകൾക്കും ബാങ്കുകൾക്കും മുന്നിൽ ക്യൂ നിന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് തെരുവുനായ ആക്രമിച്ചത്. 4 സ്ത്രീകളടക്കമുള്ളവർ നായയുടെ കടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇത് കണ്ടുനിന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ നായയെ ഓടിക്കാൻ ശ്രമിച്ചുവെങ്കിലും നായ ഇയാളെയും വെറുതെ വിട്ടില്ല. ചാടിക്കയറി എൻ്റെ തുടയെല്ലാം കടിക്കുകയാണ്. കടിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ പട്ടിയെ ഇങ്ങനെ പിടിച്ച് തള്ളാൻ തുടങ്ങുമ്പോൾ പട്ടി വിടുന്നില്ല. ഉടനെ തന്നെ കാല് വലിച്ച് ഒരൊറ്റ ചവിട്ട് കൊടുത്താൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴേ പട്ടി അങ്ങ് ഇറങ്ങിപ്പോയി. 5 സ്ത്രീകളെ കടിച്ചിട്ടാണ് എൻ്റെ അടുത്ത് വന്നത്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ വാതിക്കൽ വെച്ച് കടിച്ചൊരു സ്ത്രീ ഇവിടെ ഉണ്ട്, ഒരു പ്രായം. യാതൊരു പ്രകോപനവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായില്ലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നായ ഓടി നടന്ന് നാട്ടുകാരെ കടിക്കുകയായിരുന്നു. ഈ പ്രദേശത്ത് രക്തം തളം കെട്ടി കിടക്കുകയാണ്. നായയുടെ കടിയേറ്റവർക്ക് പണവും ലഭിച്ചില്ല, നായയുടെ കടിയേൽക്കുകയും ചെയ്ത അവസ്ഥയാണ്. പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. തെരുവുനായ്ക്കളെ കൊല്ലുന്ന സംഘടനകൾക്കെതിരെ സുപ്രീം കോടതി. ഇത്തരം സംഘടനകളുടെ ആവശ്യമെന്തെന്നും സുപ്രീം കോടതി നിർദ്ദേശങ്ങൾ പാലിച്ച് അപകടകാരികളായ നായ്ക്കളെ കൊല്ലാൻ സർക്കാരിന് അവകാശമുണ്ട്. നായ്ക്കളെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത ജോസ് മാവേലി കോടതിയിലെത്തി വിശദീകരണം നൽകണമെന്നും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. യുവ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ സക്കീർ ഹുസൈന്റെ ജാമ്യാപേക്ഷ കോടതി നിരസിച്ചു. ജാമ്യം നൽകിയാൽ സക്കീർ ഹുസൈൻ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. 14 ദിവസത്തേക്ക് സക്കീർ ഹുസൈനെ റിമാൻഡ് ചെയ്തു. ഹൈക്കോടതി റിപ്പോർട്ടിംഗിന് മാനദണ്ഡം ഏർപ്പെടുത്തി. ഹൈക്കോടതി റിപ്പോർട്ടിംഗിനെത്തുന്ന മാധ്യമപ്രവർത്തകർക്ക് നിയമബിരുദവും പ്രവൃത്തി പരിചയവും നിർബന്ധമാക്കി. കോടതി റിപ്പോർട്ടിംഗിനായി അക്രഡിറ്റേഷൻ കാർഡ് നൽകും. ഹൈക്കോടതി ഫുൾ കോർട്ട് യോഗത്തിൻ്റെതാണ് തീരുമാനം. സുപ്രീം കോടതി റിപ്പോർട്ടിംഗ് മാനദണ്ഡങ്ങൾക്ക് സമാനമായാണ് ഹൈക്കോടതിയിലും മാധ്യമപ്രവർത്തകർക്ക് മാനദണ്ഡം ഏർപ്പെടുത്തിയത്. കോടതി റിപ്പോർട്ടിംഗിനായി അക്രഡിറ്റേഷൻ കാർഡ് നൽകും. പെർമനന്റ് അക്രഡിറ്റേഷൻ കാർഡിന് പുറമെ താൽക്കാലിക കാർഡും നൽകും. 3.5 വർഷത്തിൽ കുറയാത്ത ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി റിപ്പോർട്ടിംഗ് പരിചയം ഉൾപ്പെടെ 5 വർഷത്തെ കോടതി റിപ്പോർട്ടിംഗ് പരിചയവും നിയമബിരുദവും ഉള്ളവർക്ക് മാത്രമേ പെർമനന്റ് അക്രഡിറ്റേഷൻ കാർഡ് നൽകൂ. 1 വർഷത്തിൽ കുറയാത്ത ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി റിപ്പോർട്ടിംഗ് ഉൾപ്പെടെ 2 വർഷത്തെ കോടതി റിപ്പോർട്ടിംഗ് പരിചയവും നിയമബിരുദവും ഉള്ളവർക്ക് താൽക്കാലിക അക്രഡിറ്റേഷൻ കാർഡിനും യോഗ്യതയുണ്ട്. ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ നൽകുന്ന അക്രഡിറ്റേഷൻ കാർഡ് എപ്പോൾ വേണമെങ്കിലും റദ്ദാക്കാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ടെന്നും മാനദണ്ഡത്തിൽ പറയുന്നു. ഇതുകൂടാതെ ഒരു പ്രത്യേക കേസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് നിബന്ധനകളോടെ മാധ്യമപ്രവർത്തകർക്ക് അനുമതി നൽകാനും മാനദണ്ഡത്തിൽ വ്യവസ്ഥയുണ്ട്. കഴിഞ്ഞ 10-ാം തീയതി ചേർന്ന ഫുൾ കോർട്ട് യോഗത്തിലാണ് മാധ്യമപ്രവർത്തകർക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയുള്ള തീരുമാനം അംഗീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. അരൂരിൽ വാഹനം കായലിലേക്ക് മറിഞ്ഞ് കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. നേപ്പാൾ സ്വദേശി മധുവിന്റെ മൃതദേഹമാണ് ലഭിച്ചത്. ശേഷിക്കുന്ന 4 പേരെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണ്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് ദേശീയപാതയിൽ അരൂർ കുമ്പളം പാലത്തിന്റെ കൈവരി തകർത്ത് ബൊലേറോ വാൻ കായലിലേക്ക് മറിഞ്ഞത്. ഡ്രൈവർ വടുതല സ്വദേശി നിജാസ് അലിയും 8 നേപ്പാൾ സ്വദേശികളുമായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. ഇവരിൽ നേപ്പാൾ സ്വദേശികളായ ലോക്മാൻ, പദംബാദർ, റാമു, സുരേഷ് എന്നിവരെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തി. ശേഷിക്കുന്ന 5 പേരെ കണ്ടെത്താൻ നാവികസേനയുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിലാണ് മധുവിന്റെ മൃതദേഹം ലഭിച്ചത്. മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അടിയൊഴുക്കുള്ള ഭാഗമായതിനാൽ തിരച്ചിൽ ദുസ്സഹമാണ്. എങ്കിലും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ തിരച്ചിൽ തുടർന്നു. നിജാസ് അലിയെ കൂടാതെ ശ്യാം, ഹിമപാൽ, ഗോമാൻ എന്നിവരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ അപകടത്തിൽപ്പെട്ട വാഹനം ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തിയെടുത്തിരുന്നു. നാവികസേനയ്ക്കൊപ്പം തീരസേന, പോലീസ്, ഫയർഫോഴ്സ്, മത്സ്യത്തൊഴിലാളികൾ എന്നിവരും തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആലുവയിൽ പമ്പ് ജീവനക്കാരിയായ വൃദ്ധയെ മർദ്ദിച്ച ബൈക്ക് യാത്രക്കാരനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നിരീക്ഷണ ക്യാമറയിലെ ദൃശ്യങ്ങളിൽ കാണുന്ന യുവാവിനെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പമ്പിന് സമീപം പ്രവർത്തിക്കുന്ന ATMലെത്തിയ യുവാവാണ് ജീവനക്കാരിയെ മർദ്ദിച്ചത്.
കഴിഞ്ഞ ദിവസമാണ് ആലുവ പമ്പ് കവലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലെ ജീവനക്കാരിക്ക് ബൈക്ക് യാത്രികന്റെ മർദ്ദനമേറ്റത്. പമ്പിനോട് ചേർന്ന് ATM-ൽ പണമെടുക്കാൻ വന്ന യുവാവ് പണം ലഭിക്കാത്തതിന്റെ ദേഷ്യം പമ്പ് ജീവനക്കാരിയോട് തീർക്കുകയായിരുന്നു. ആലുവ കീഴ്മാട് മാളിയേക്കൽ വീട്ടിൽ എൽസിക്കാണ് മർദ്ദനമേറ്റത്. പരിസരം വൃത്തിയാക്കുന്നതിനായി 2 വീലർ മാറ്റിവെക്കാൻ ജീവനക്കാരി ആവശ്യപ്പെട്ടു. യുവാവ് വാഹനം മാറ്റിവെക്കാൻ തയ്യാറാകാതെ തട്ടിക്കയറുകയായിരുന്നു. പണത്തിനായി ATM-കളിൽ കയറിയിറങ്ങി ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു അസഭ്യം പറഞ്ഞത്. ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ കയ്യേറ്റമായി. നിങ്ങളുടെ പണി നോക്കുന്നതല്ലേ, ഞാൻ കുറേ ATM-ലൊക്കെ കയറി ഇറങ്ങിക്കൊണ്ട് ഞാൻ വന്നതാണ്. മര്യാദയ്ക്ക് അവിടെ പോയില്ലെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കൂട്ടാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ കുറേ അടിയാണ് അടിക്കുന്നത്. ഇവിടെ നിന്ന് എനിക്ക് അനക്കാൻ പാടില്ല, അതേ മാരത്തെ അടിയാണ് അടിച്ചത്. നെറ്റൊക്കെ എന്ത് വേദനയെന്നറിയാം. കാലിലിങ്ങനെ ചവിട്ടി പിടിച്ച് അവനെ അടിച്ചത്. പമ്പിലെ നിരീക്ഷണ ക്യാമറയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ മുഖം വ്യക്തമല്ലെങ്കിലും പ്രതിയെ കണ്ടെത്താനുള്ള ശ്രമം പോലീസ് ഊർജിതമാക്കി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ചാവക്കാട് ഹനീഫ വധക്കേസ് അട്ടിമറിച്ചത് പുനരന്വേഷിക്കാൻ പോലീസ് തീരുമാനം. ബാഹ്യ ഇടപെടൽ ഉണ്ടായത് മൂലമാണ് കേസ് അട്ടിമറിക്കപ്പെട്ടതെന്ന് ഡിവൈഎസ്പി ഇക്ബാൽ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ പങ്കുകൂടി അന്വേഷിക്കാൻ DGP-യുടെ തീരുമാനം. കോൺഗ്രസ് നേതാവായ ചാവക്കാട് ഹനീഫയെ ഗ്രൂപ്പ് പോരിനെ തുടർന്നാണ് കുത്തിക്കൊലപ്പെടുത്തിയത്. സുപ്രധാനമായ ശാസ്ത്രീയ തെളിവുകൾ പരിശോധിക്കാതെ കേസ് ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചതായി ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് കേസ് പുനരന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനോട് പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ച കൂടി അന്വേഷിക്കാൻ DGP ഉത്തരവിട്ടത്. യതീഷ് ചന്ദ്ര IPS-നാണ് കേസിന്റെ പുനരന്വേഷണ ചുമതല. തികച്ചും ലാഘവത്തോടെയാണ് ക്രൈംബ്രാഞ്ച് DYSP മോഹൻദാസിന്റെ നേതൃത്വത്തിലെ സംഘം കേസ് അന്വേഷിച്ചതെന്ന് പുനരന്വേഷണ ചുമതലയുണ്ടായിരുന്ന ആന്റി പൈറസി DYSP B ഇക്ബാൽ കണ്ടെത്തിയിരുന്നു. കേസിന്റെ വിചാരണ നടന്നാൽ യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടുമെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ബാഹ്യ ഇടപെടൽ മൂലം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് മേലുദ്യോഗസ്ഥർ വേണ്ട രൂപത്തിൽ പരിശോധന നടത്തിയില്ലെന്നും ഇതിൽ വിശദീകരണം ചോദിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. റിപ്പോർട്ട് ആകെ പരിഗണിച്ച് മേലുദ്യോഗസ്ഥരുടെയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെയും പങ്കുകൂടി അന്വേഷിക്കാൻ തീരുമാനിച്ചതോടെ ചാവക്കാട് ഹനീഫ വധക്കേസ് പുതിയ തലത്തിലേക്ക് മാറുകയാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. UDF സർക്കാരിന്റെ കാലത്ത് വിനോദസഞ്ചാരം ലക്ഷ്യമാക്കി കോടികൾ മുടക്കി വേണ്ടത്ര അവധാനതയില്ലാതെ തുടക്കം കുറിച്ച ജലവിമാന പദ്ധതി പാതിവഴിയിൽ നിലച്ചു. പദ്ധതിയുടെ ഭാഗമായി മുൻ സർക്കാർ വാങ്ങിക്കൂട്ടിയ ലക്ഷങ്ങളുടെ ലഗേജ് സ്കാനറുകൾ ഇപ്പോൾ തുരുമ്പെടുത്ത് നശിക്കുകയാണ്. കാസർഗോഡ് കോട്ടപ്പുറത്തെ ജലവിമാന ലാൻഡിംഗ് കേന്ദ്രത്തിൽ സ്കാനറിന്റെ സംരക്ഷണത്തിന് പോലീസ് കാവലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദേശ ടൂറിസ്റ്റുകളെ എളുപ്പത്തിൽ തീരദേശങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശങ്ങളിൽ വൻ വിജയമായ ജലവിമാന പദ്ധതിക്ക് മുൻ UDF സർക്കാർ തുടക്കം കുറിച്ചത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കോട്ടപ്പുറത്തും കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിൽ പദ്ധതി തുടങ്ങുന്നതിന് പ്രാരംഭ നടപടികൾ സ്വീകരിച്ചു. ഫ്ലൈറ്റ് ലാൻഡിംഗ് കേന്ദ്രങ്ങൾ ഇതിനായി ഒരുക്കി. ജലാശയങ്ങളിൽ സോളാർ വൈദ്യുതി ഉപയോഗിച്ച് സിഗ്നൽ സംവിധാനവും ഏർപ്പെടുത്തി. 2013 ജൂണിൽ കൊല്ലത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നെങ്കിലും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തെ തുടർന്ന് പദ്ധതി പാതിവഴിയിൽ നിലച്ചു. തങ്ങളുടെ തൊഴിലിനെ ബാധിക്കുമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കയകറ്റുവാൻ സർക്കാരിന് സാധിച്ചില്ല. ഇവരുടെ ആശങ്കയകറ്റി തൊഴിലിനെ ബാധിക്കാത്ത വിധം പദ്ധതി നടപ്പാക്കുവാൻ സാധിക്കുമോ എന്ന് സർക്കാർ പരിശോധിക്കണമെന്ന് നിർദ്ദേശവും ഉയരുന്നുണ്ട്. നീലേശ്വരം നഗരസഭാ ചെയർമാൻ പ്രൊഫസർ KP ജയരാജൻ. സീപ്ലെയിൻ വരുന്ന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ജോലി സാധ്യതയെ അത് പ്രതികൂലമായി ബാധിക്കുമോ എന്നുള്ള അവരുടെ സംശയം അസ്ഥാനത്തല്ല. കൂട്ടായ ആലോചനയോട് കൂടിയിട്ട് മത്സ്യത്തൊഴിലാളികളുടെയും തദ്ദേശവാസികളുടെയും ഒക്കെ തന്നെ അഭിപ്രായം പരിഗണിച്ചുകൊണ്ട് അവരുടെ സംശയങ്ങളൊക്കെ ദൂരീകരിച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കുകയും അവരെയും കൂടി ആത്മവിശ്വാസം എടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് വിജയത്തിലെത്തിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. പരമാവധി 1 ഡസൻ യാത്രക്കാർക്ക് പറക്കാൻ സൗകര്യമുള്ളവയാണ് ജലവിമാനങ്ങൾ. ഇവയ്ക്ക് കരയിലും ജലാശയത്തിലും ലാൻഡ് ചെയ്യാനാകും. യാത്രക്കാരുടെ ലഗേജുകൾ നിരീക്ഷിക്കാനായി വാങ്ങിയ 40 ലക്ഷം രൂപ വിലയുള്ള സ്കാനർ ഇപ്പോൾ കാസർഗോഡ് കോട്ടപ്പുറം ജെട്ടിയിൽ നാശത്തിന്റെ വക്കിലാണ്. ഈ സ്കാനറിന്റെ സംരക്ഷണത്തിനു വേണ്ടി SI ഉൾപ്പെടെ 3 പോലീസുകാർക്കാണ് വർഷങ്ങളായി പ്രത്യേക ഡ്യൂട്ടി നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് UDF സർക്കാർ തുടങ്ങിവെച്ച സീപ്ലെയിൻ പദ്ധതി ഇപ്പോഴും കടലാസിലൊതുങ്ങുന്നു. വേണ്ടത്ര അവധാനതയില്ലാതെ നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായാണ് ഈ പദ്ധതി പരാജയപ്പെട്ടത്. ക്യാമറാമാൻ ഷൈജു ബിലാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. ഗുജറാത്തിൽ 2 പോർട്ട് ട്രസ്റ്റ് ഉദ്യോഗസ്ഥർ 2.5 ലക്ഷം രൂപയുടെ പുത്തൻ നോട്ടുകളുമായി
കൈക്കൂലി കേസിൽ പിടിയിലായി. അതേസമയം കൈക്കൂലി നൽകിയവർക്ക് ഈ പണം എവിടെ നിന്നാണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ചും അന്വേഷിക്കുമെന്ന് അഴിമതി വിരുദ്ധ ഉദ്യോഗസ്ഥർ പറയുന്നു. ഗുജറാത്തിൽ 2 പോർട്ട് ട്രസ്റ്റ് ഉദ്യോഗസ്ഥരാണ് 2 ലക്ഷം രൂപയുടെ പുത്തൻ നോട്ടുകളുമായി കൈക്കൂലി കേസിൽ പിടിയിലായത്. കള്ളപ്പണത്തിനെതിരായ നീക്കത്തിലൂടെ രാജ്യം നോട്ടിനു വേണ്ടി പരക്കം പായുമ്പോഴാണ് പുതിയ 2000 രൂപയുടെ നോട്ടുകെട്ടുകളുമായി തുറമുഖ ഉദ്യോഗസ്ഥർ പിടിയിലാകുന്നത്. ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നും പിന്നീട് 40,000 രൂപയുടെ നോട്ടുകളും പോലീസ് കണ്ടെടുത്തു. നവംബർ 11 മാത്രം പുറത്തിറങ്ങിയ 3 ലക്ഷത്തോളം രൂപയുടെ പുത്തൻ നോട്ടുകൾ കണ്ട് കണ്ണു തള്ളിയിരിക്കുകയാണ് അഴിമതി വിരുദ്ധ സെല്ലിലെ ഉദ്യോഗസ്ഥർ. അഹമ്മദാബാദ് കണ്ടല തുറമുഖത്തിലെ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ശ്രീ വി വാസുവും സബ് ഡിവിഷണൽ ഓഫീസർ കെ എം തേക്കറുമാണ് കൈക്കൂലി കേസിൽ പിടിയിലായത്. സ്വകാര്യ ഇലക്ട്രിക്കൽ സ്ഥാപനത്തിന്റെ ബില്ലുകൾ പാസാക്കാനായി 4.5 ലക്ഷം രൂപ ഇവർ കൈക്കൂലി ആവശ്യപ്പെടുകയായിരുന്നു. സ്ഥാപനത്തിന്റെ പരാതി അനുസരിച്ച് ഇടപാടുകാരുടെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നയാളെ അറസ്റ്റ് ചെയ്തതോടെയാണ് ഉദ്യോഗസ്ഥരുടെ പങ്ക് വെളിപ്പെട്ടത്. കൈക്കൂലി നൽകിയവർക്ക് എവിടെ നിന്നാണ് നോട്ടുകൾ ലഭിച്ചതെന്നതിനെക്കുറിച്ചും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. രാജ്യത്ത് 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കുന്ന കാര്യം കോർപ്പറേറ്റ് ഭീമന്മാരായ അംബാനിയെയും അദാനിയെയും മുൻകൂട്ടി അറിയിച്ചിരുന്നതായി വെളിപ്പെടുത്തൽ. രാജസ്ഥാൻ MLA-യും BJP നേതാവുമായ ഭവാനി സിംഗിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ആ റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് സമാപിക്കുകയാണ്. നമസ്കാരം. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിക്കാനുള്ള തീരുമാനം വൻകിട കോർപ്പറേറ്റുകൾ ഉൾപ്പെടെയുള്ള ഉന്നതരെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു എന്ന ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവന്ന വെളിപ്പെടുത്തൽ. രാജസ്ഥാനിലെ ലാത്പുര MLA ആയ ഭവാനി സിംഗ് രജവത്താണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ള ബിസിനസ് പ്രമുഖന്മാർക്ക് ഇക്കാര്യം അറിയാമായിരുന്നതായും അതുകൊണ്ടുതന്നെ അവർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നതായും ഇയാൾ പറയുന്നു. പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. വീഡിയോയിലുടനീളം കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ഭവാനി സിംഗ് രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ആദ്യം അത്യാവശ്യം വേണ്ട നോട്ടുകൾ അച്ചടിച്ചിട്ട് വേണമായിരുന്നു നോട്ടുകൾ പിൻവലിക്കേണ്ടിയിരുന്നതെന്നും പുതുതായി ഇറക്കിയ നോട്ട് 3ാം തരത്തിൽപ്പെട്ടതും കണ്ടാൽ വ്യാജനെന്ന് തോന്നുമെന്നും ഭവാനി സിംഗ് പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്.